എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശമായ ദഹിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് നിർണായകവും വേദനാജനകവുമായ പ്രതികരണം നൽകുമെന്ന് ഇറാൻ സൈന്യം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അതിഭയാനകമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇറാന്റെ വേഗതയേറിയ ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാനുള്ള ശേഷി ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് നോക്കി നിൽക്കാനേ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. പൊതുവെ ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണം മൂലം തകർന്ന് തരിപ്പണമായ വടക്കൻ ഇസ്രായേലിലേക്ക് വൻതോതിലുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം വന്നതോടെ ഈ പ്രദേശം താമസയോഗ്യമല്ലാതായി മാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇറാനുമായിട്ടുള്ള ഒരു കരാറിന് ഞങ്ങൾ വളരെ അടുത്താണ്. അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അതല്ലെങ്കിൽ ബുധനാഴ്ചയോ തീർച്ചയായും ഈ കരാർ ഒപ്പിടും, അതുകൊണ്ട് തിരിച്ചടിക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത് ആദ്യം സമ്മതിച്ചതിനു ശേഷം വാക്ക് പാലിക്കാതിരിക്കുക എന്ന ജൂത സ്വഭാവത്തിന്റെ സവിശേഷത കാരണം ഇന്ന് രാവിലെ ഇറാനിലേക്ക് ഇസ്രായേൽ വൻ ആക്രമണമാണ് നടത്തിയത്. ആക്രമണശേഷം ഇനി ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ട്രംപ് കുറ്റക്കാരനായിരിക്കില്ല എന്നാണ് അമേരിക്കൻ പെന്റഗണിന്റെ നിലപാട്. വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ US ഇസ്രായേൽ കേന്ദ്രങ്ങളെയും തങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് എല്ലായിടത്തുമുള്ളത്. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിപ്പോയ ട്രംപിന്റെ നാടകത്തിന്റെ മറ്റൊരു പുറമാണ് ഇപ്പോഴാരംഭിക്കുന്ന യുദ്ധം എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹോർമുസിൽ നിന്നും ഇനിയും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലാണ് ട്രംപ് ഉള്ളത്. തന്നെയുമല്ല, ഇറാനുമായിട്ടുള്ള കരാർ നടക്കാത്ത കാര്യമാണെന്ന തിരിച്ചറിവ് മൂലം മിഡിൽ ഈസ്റ്റിൽ നിന്നും ട്രംപിന് പിൻവലിയാനുള്ള ഒരു മാർഗവുമില്ലാതെ വരുമ്പോൾ അമേരിക്ക നേരിട്ട് ഇറാനുമായി ഒരു യുദ്ധത്തിൽ പ്രവേശിച്ച് നാണം കെടുന്നതിനേക്കാൾ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ആ ഗ്യാപ്പിൽ തടിയൂരുക എന്നൊരു തന്ത്രമാണ് ട്രംപ് പ്രയോഗിക്കുന്നത് എന്ന് ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ബെയ്റൂട്ടിനെ ആക്രമിച്ചതിന്റെ പകയിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കരുത് എന്ന് ട്രംപ് താക്കീത് കൊടുത്തിട്ടും നെതന്യാഹു തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ യുദ്ധം ഇസ്രായേലും ഇറാനുമായി മാത്രം എന്നൊരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയ ചില പ്രഖ്യാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറാനുമായി അമേരിക്ക ചർച്ച ചെയ്ത് രൂപീകരിക്കുന്ന ഏതൊരു കരാറും പൂർണ്ണമായി അംഗീകരിക്കുക അല്ലാതെ നെതന്യാഹുവിനു മറ്റൊരു മാർഗവുമില്ലെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. ഇതിലൂടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന്റെ താല്പര്യത്തെക്കാൾ അമേരിക്കയുടെ കടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കാണ് മുൻഗണന എന്ന പ്രതീതി ജനിപ്പിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വരുത്തി തീർക്കാൻ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ മേലിലാണ് ട്രംപിന്റെ മുഴുവൻ പിടിപാടും എന്നുണ്ടെങ്കിൽ ട്രംപ് തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞിട്ടും നെതന്യാഹു എന്തിന് ഇറാനിൽ ആക്രമണം നടത്തി എന്ന ചോദ്യമാണ് ഉയരുന്നത്. തന്നെയുമല്ല, ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിട്ടും നെതന്യാഹു ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായും ഇറാനെ പ്രകോപിപ്പിക്കുമെന്ന് ട്രംപിനും നെതന്യാഹുവിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല, ബെയ്റൂട്ടിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. അതുകൂടാതെ ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ ഒന്നും ഇസ്രായേലിനെ ട്രംപ് ക്ഷണിക്കുന്നില്ല, നെതന്യാഹുവുമായി ആലോചിക്കുന്നില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആണവ പദ്ധതികൾ നിർത്തിവെക്കണം, യുറേനിയം അമേരിക്കയെ ഏൽപ്പിക്കണം, ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുന്നതും കരാറുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും ഇറാൻ സമ്മതിക്കില്ല, ഇവർ തമ്മിലുള്ള കരാർ നടപ്പിലാവില്ല എന്നറിഞ്ഞ് തന്നെയാണ് ട്രംപ് ചർച്ചകളുടെ ഒരു പ്രഹസനം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മറുവശത്തു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിക്കുക, ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന ഫ്യൂവൽ വിമാനങ്ങൾ കൊടുക്കുക തുടങ്ങിയ സകല തന്തയില്ലായ്മയും കാണിച്ച് വലിയേറെ യുദ്ധത്തിനുള്ള സാമഗ്രികൾ ഒരുക്കാനുള്ള ഇടവേളയായിട്ടാണ് ഈ ചർച്ചയെ ട്രംപ് മാറ്റുന്നത് എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ ചർച്ചകൾ പൊളിഞ്ഞാൽ ഇറാനെ ശിലായുഗത്തിലാക്കുന്ന വിധത്തിൽ ആണവാക്രമണം നടത്തും എന്ന് ട്രംപ് തന്നെ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ പരിസമാപ്തി ഒരു ആണവ ആക്രമണം തന്നെയാവണം എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ സംഭവിച്ചാൽ പറഞ്ഞാൽ അനുസരിക്കാത്ത നെതന്യാഹു ഇറാനിൽ ആണവ ബോംബിട്ടതിനെ ഞാനെന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ട്രംപിന് സ്മൂത്തായി കൈ കഴുകുകയും ചെയ്യാം. എന്നാൽ ഈ ആണവാക്രമണം എന്നൊക്കെ പറയുന്നത് നെതന്യാഹുവിൻ്റെ മുന്നിലുള്ള അവസാന വഴിയെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇറാനിൽ ഒരു ആണവാക്രമണം നടത്തിയാൽ ഇറാൻ എന്ന വലിയ ഭൂപ്രദേശം മുഴുവൻ നശിക്കില്ല.
മറിച്ച് അതോടെ ഇസ്രയേൽ എന്ന രാജ്യവും ജൂത ജനതയുടെ 80% ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇറാനിൽ ഒരു ആണവ ബോംബ് വീഴുക എന്നുള്ളത് യാദൃശ്ചികമായിട്ട് ഇറാൻ ഒരിക്കലും കരുതില്ല. അവർ എന്നും ഒരു ആണവാക്രമണം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവരും വലിയ തയ്യാറെടുപ്പിൽ തന്നെയാവും ഉള്ളത്. അതല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയുമായി ഇത്രയും ശക്തമായ ഒരു പോരാട്ടത്തിന് ഇറാൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് തിരിച്ചടിക്കാൻ കെൽപ്പില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇസ്രയേലിനെ അതേ നാണയത്തിൽ ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അമേരിക്കയെ അല്പമെങ്കിലും ഭയന്ന് ഇറാൻ ഇതിനു മുമ്പ് പണ്ടേ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചേനെ. ഇവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാക്കുമെന്ന് ഇറാൻ ഇടയ്ക്കിടെ പറയുന്നത് നിസ്സാരമായി തള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നും ഓർക്കണം. ഇനി അതല്ല, ഒരു ആണവയുദ്ധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ നിഷ്കളങ്കനെ പോലെ മാറി നിൽക്കുന്ന ട്രംപ് ഒരു മധ്യസ്ഥനായി വെടിനിർത്തലിന് ഇടയിലേക്ക് കയറി വരും. ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയാണ് അയാൾ ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഹോർമുസ് വിഷയം ഫ്രീസ് ചെയ്ത് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ലോകശ്രദ്ധയെ തിരിച്ചുവിടുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ നടക്കുന്നത് എന്ന് നമ്മളറിയണം. അതുകൊണ്ട് ഈ യുദ്ധം വരും ദിവസങ്ങളിൽ ഒരുപാട് നീളാനൊന്നും സാധ്യത കുറവാണ്. ഇരുപക്ഷവും ഉടൻ തന്നെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറിയേക്കാം. പക്ഷേ എങ്കിലും ഈ ഭീഷണി തുടർന്നുകൊണ്ട് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിങ്ങനെ പഴകിക്കഴിയുമ്പോൾ ക്രമേണ ഈ ഹോർമുസ് വിഷയത്തിൽ നിന്നും ട്രംപിന് പതുക്കെ പിൻവലിയാൻ കഴിയും. ഹോർമുസ് ഇറാൻ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊരു നിലപാടാവും ട്രംപ് പിന്നീട് എടുക്കുക. ഇപ്പം തന്നെ ഇറാൻ അവിടെ ടോൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് അവർ സ്വന്തമാക്കി കഴിഞ്ഞു. അപ്പം അവരുടെ ഒരു കൃത്യമായ ഒരു മര്യാദയ്ക്കുള്ള ടോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഈ ഹോർമുസ് ടോൾ കൊടുത്തു പോകുന്നതിൽ വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ അവിടെ ഒരു കടുംപിടുത്തം പിടിച്ച് ഞങ്ങളിപ്പോൾ പോയി ഹോർമുസ് തുറന്ന് തരും, നാട്ടുകാർക്കെല്ലാം വീതിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം അവസാനിക്കാത്തത്. അപ്പോൾ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി ട്രംപ് പറയുന്നത് ഇറാനിൻ്റെ ലോകം മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിച്ചിട്ടുള്ള സ്വത്തുക്കൾ ഈ അമേരിക്കയ്ക്ക് വന്ന നഷ്ടത്തിന് പകരമായി അവർ ഏറ്റെടുക്കുകയും അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ഈ സ്വത്ത് വീതം വെച്ച് കൊടുക്കുമെന്നൊക്കെയാണ്. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇറാൻ ശക്തമായി വളരുകയാണ്, അമേരിക്ക ദുർബലമാവുകയാണ്, ഇസ്രയേലും തളരുകയാണ്. യുദ്ധം ഇപ്പോൾ തുടരുമ്പോൾ തന്നെ ഹിസ്ബുള്ളയും അപ്പുറത്തൂടെ ആക്രമിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇസ്രയേലിന് നിലനിൽക്കാനിടയിൽ രണ്ടുപേരെയും ഒരേ സമയം നേരിടാനുള്ള കെൽപ്പ് ഈ അവസരത്തിൽ ഇപ്പോൾ ഇസ്രയേലിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തുടർ യുദ്ധം ഉണ്ടാകും എന്ന കാര്യത്തിൽ കാര്യമായ ഉറപ്പൊന്നുമില്ല. പക്ഷേ രണ്ടുപേരും അതിശക്തമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറ്റുനോക്കാം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.